സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല. പബ്ലിക് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു. കേസ് ഡിസംബർ 12-ന് വീണ്ടും പരിഗണിക്കും. സൗദി ബാലൻ അനസ് അൽ ഷാഹിരി മരിച്ച കേസിൽ റഹീമിന്റെ കുറ്റസമ്മതമൊഴി, റഹീമിനെതിരെ രണ്ടാം പ്രതി നസീർ നൽകിയ മൊഴി, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴി, ഫോറൻസിക് പരിശോധന, മെഡിക്കൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്നിവയാണ് കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചത്. ഇത് വിശദമായി പഠിച്ച ശേഷമാണ് റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും പരിഗണിച്ചത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഗണ്ണിച്ച റഹീമിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതിയിൽ ഫയൽ സ്വീകരിച്ചു. റഹീമും മരിച്ച സൗദി ബാലനും തമ്മിൽ മുൻ വൈരാഗ്യമില്ല. കയ്യബദ്ധമാണ് മരണത്തിന് ഇടയാക്കിയത്. കേസിൽ 18 വർഷത്തെ ജയിൽ ശിക്ഷ റഹീം അനുഭവിച്ചു കഴിഞ്ഞെന്നും അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോകുന്നത്. 2016-ലാണ് സൗദിയിൽ ഡ്രൈവറായി ജോലിക്കെത്തിയ അബ്ദുൾ റഹീം കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിലാകുന്നത്. ഒട്ടേറെ നിയമ നടപടികൾക്കൊടുവിൽ 34 കോടി രൂപ ദിയാധനം കൈപ്പറ്റി മരിച്ച സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകിയതോടെ ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കുകയായിരുന്നു. ജയിൽ മോചന ഉത്തരവ് ഉണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള നിയമ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് 3-ാം തവണയാണ് റഹീമിന്റെ മോചന ഹർജി കോടതി മാറ്റിവെക്കുന്നത്. കൈരളി ന്യൂസ്, സൗദി.